Hi everyone, Namaskaram, ഞാൻ ഹനീന. വെൽക്കം ടു നീന സ്പീക്ക് ഈസി. നവജാത ശിശുക്കളിലെ കേൾവി പരിശോധനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ. കേൾവിക്കുറവ് മൂലം ഉണ്ടാകുന്ന സംസാര ഭാഷാ വൈകല്യങ്ങൾ അത് നേരത്തെ കണ്ടെത്തുന്നത് വഴി പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കേൾവിക്കുറവ് മൂലം മാത്രമല്ല മറ്റു കാരണങ്ങൾ കൊണ്ടും സംസാര ഭാഷാ വൈകല്യങ്ങൾ ഉണ്ടാകാം. ഇത്തരത്തിലുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേസ് അതുപോലെ മറ്റുള്ള ഡെവലപ്മെന്റൽ ഡിലേസ് എന്നിവ നേരത്തെ കണ്ടെത്തുന്നത് വഴി നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഏർലി ഐഡന്റിഫിക്കേഷൻ, ഏർലി ഇന്റർവെൻഷൻ എന്നിവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് ഏർലി ഇന്റർവെൻഷൻ? ജനിച്ചത് മുതൽ കുഞ്ഞുങ്ങൾ പല സ്കിൽസും പഠിച്ചെടുക്കുന്നു. സംസാരം ഡെവലപ്പ് ചെയ്യുന്നു, മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, ഓരോ പ്രായത്തിനനുസരിച്ച് പല തരത്തിലുള്ള കളികൾ പഠിക്കുന്നു. അതുപോലെ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കേണ്ടുന്ന ഓരോ സ്കിൽസ് ഉണ്ട്. ഈ മൈൽ സ്റ്റോൺസ് നാച്ചുറലി തന്നെ മിക്ക കുഞ്ഞുങ്ങളും അച്ചീവ് ചെയ്യുന്നതുമാണ്. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നതിൽ ഒരു ഡിലേ കാണാറുണ്ട്. ഇത്തരത്തിൽ ഡിലേ ഉള്ള കുഞ്ഞുങ്ങളെ എത്രയും നേരത്തെ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക, അവരുടെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ സഹായിക്കുക, അതുവഴി അവരുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെ സഹായിക്കുക എന്നതാണ് ഏർലി ഇന്റർവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പീച്ച് തെറപ്പി, ഓക്യുപേഷണൽ തെറപ്പി, ഫിസിയോതെറപ്പി, ബിഹേവിയറൽ തെറപ്പി എന്നിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവെൻഷൻ നമ്മൾ ഏർലി ഇൻ്റർവെൻഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ കുഞ്ഞിൻ്റെയും ഇൻഡിവിജ്വൽ സ്കിൽസിനനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻ്റർവെൻഷൻ കുഞ്ഞിന് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. ഏത് ഡൊമൈനിലുള്ള ഇൻ്റർവെൻഷൻ ആയാലും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻ്റർവെൻഷൻ ആയാലും ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ളതാണ് ഏർലി ഇൻ്റർവെൻഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഏർലി ഇൻ്റർവെൻഷൻ എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ന്യൂറോൺസ് എന്ന് പറയുന്ന സെൽസ് കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. പരസ്പരം പല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ബില്യൺ കണക്കിന് ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനകത്തുണ്ട്. ന്യൂറോൺസ് തമ്മിലുള്ള ഈ കണക്ഷൻസ് സിനാപ്സസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിനാപ്സസ് വഴിയാണ് നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളിൽ പരസ്പരം, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് അതുപോലെ നെർവ്സ് വഴി നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്കും എത്തുന്നത് ന്യൂറോൺസ് തമ്മിലുള്ള ഈ സിനാപ്സസ് വഴിയാണ്. ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുന്നതിൻ്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ബ്രെയിൻ ഫോം ചെയ്യും. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റും നടക്കും. കുഞ്ഞ് ജനിച്ച് 3 മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും നന്നായി നടക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ ന്യൂറോൺസ് മെച്യൂർ ആവുന്നതും സിനാപ്റ്റിക് കണക്ഷൻസ് സ്ട്രോങ് ആവുന്നതും ഒക്കെ. കുഞ്ഞ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രെയിനിലെ ഏരിയാസിൽ സിനാപ്റ്റിക് കണക്ഷൻസ് ഫോം ചെയ്യുകയും അവ സ്ട്രോങ് ആയി മാറുകയും ചെയ്യും. 3 വയസ്സിന് ശേഷം ബ്രെയിൻ കുറേ കൂടി ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. 3 വയസ്സിന് മുന്നേ ഉള്ള അത്ര തന്നെ ന്യൂറോൺസിൻ്റെ വളർച്ചയും സിനാപ്റ്റിക് ഫോർമേഷനും ഒന്നും നടക്കില്ല. മാത്രമല്ല 3 വയസ്സിന് ശേഷം യൂസ് ചെയ്യപ്പെടാതെ കിടക്കുന്ന സിനാപ്റ്റിക് കണക്ഷൻസ് ബ്രെയിൻ സ്വയം നശിപ്പിച്ചു കളയും. ബ്രെയിനിലെ സിഗ്നൽ ട്രാൻസ്ഫർ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ യൂസ് ചെയ്യപ്പെടാതെ കിടക്കുന്ന സിനാപ്റ്റിക് കണക്ഷൻസ് ബ്രെയിൻ സ്വയം നശിപ്പിച്ചു കളയുന്നത്. സിനാപ്റ്റിക് പ്രൂണിങ് എന്നാണ് ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ ബ്രെയിൻ കുറേ കൂടി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുകയും സിനാപ്റ്റിക് പ്രൂണിങ് നടക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് പുതിയ സ്കിൽസ് പഠിക്കുന്നത് കുറച്ചുകൂടെ ശ്രമകരമായി മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ 3 വയസ്സ് അല്ലെങ്കിൽ ഒരു 3 മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെ നമ്മൾ ക്രിട്ടിക്കൽ പീരീഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്രിട്ടിക്കൽ പീരീഡിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും അവർക്ക് ഇൻ്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അവർക്ക് സ്കിൽസ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം കണ്ടെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കിൽസ് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്നിരുന്നാലും 3 വയസ്സിന് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പീരീഡിന് മുന്നേ ഐഡൻറ്റിഫൈ ചെയ്ത കുഞ്ഞുങ്ങളെക്കാളും സ്കിൽസ് അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തെറപ്പിസ്റ്റിനെ കാണിക്കുക. ഏത് തരത്തിലുള്ള ഇൻ്റർവെൻഷനാണ് കുഞ്ഞിന് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ തെറപ്പീസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.